ലഹരി മാഫിയയെ നേരിടാൻ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. വർദ്ധിച്ചുവരുന്ന രാസലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ പണികഴിപ്പിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനവും കായിക ഉപകരണങ്ങളുടെ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.ബി. രാജേഷ്. ലഹരിക്കെതിരെ നിയമപരമായ വഴികൾ മാത്രം പോരാ, വലിയ ബോധവൽക്കരണവും വേണം. ലഹരിക്കിരയാകുന്ന എല്ലാവരെയും കുറ്റവാളികളായല്ല സർക്കാർ കാണുന്നത്. അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് വിമുക്തി പദ്ധതി നടപ്പിലാക്കിയത്. ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് വകുപ്പിന് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ശക്തമായ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് നേരിടണം ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ, അതിന്റെ പിന്നിലുള്ള കണ്ണികളെ. കേരള എക്സൈസ് കേരളത്തിന്റെ പരിധിക്കും അപ്പുറത്ത് പോയി മയക്കുമരുന്ന് പിടിച്ച സംഭവങ്ങൾ ആന്ധ്രയിൽ പൂർണ്ണമാകെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ലഹരിയെ കായിക ലഹരി കൊണ്ട് ചെറുക്കുക. സ്പോർട്സ് നല്ലൊരു പ്രത്യൗഷധമാണ് എന്ന് ലോകമാകെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണ് കേരളത്തിൽ എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉണർവ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കുക, ഈ ഊർജം അതിനുവേണ്ടി വിനിയോഗിക്കുക, അവരുടെ ഊർജത്തെ ശരിയായ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുക. അങ്ങനെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി എക്സൈസ് വിമുക്തി മിഷൻ നടപ്പാക്കുന്ന ഉണർവ് പദ്ധതിയുടെ ഭാഗമായാണ് കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാഡ്മിന്റൺ കോർട്ട് ഒരുക്കിയത്. ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ഷെറിൻ പി ബെന്നി അടക്കമുള്ള കായിക പ്രതിഭകൾക്ക് സ്കൂൾ മാനേജർ ടി.എം. നസീർ താഴത്തേടത്ത് ഉപഹാരം നൽകി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. റംല ബീഗം, എക്സൈസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈജംപ് പിറ്റ്, ഷട്ടിൽ ബാറ്റ്, ഷോട്ട് പുട്ട്, ഹാമർ, മെഡിസിൻ ബോളുകൾ, മസാജിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിന് നൽകി. കർഷകർക്കായി പുതിയ പോർമുഖം തുറന്ന നെൽകർഷക സംരക്ഷണ സമിതി. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ നിരാഹാര സമരം ആരംഭിച്ചു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരാണ് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. വൃശ്ചിക വേലിയേറ്റ വെള്ളപ്പൊക്കം തടയാൻ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക, കേന്ദ്ര സർക്കാർ 4 വർഷമായി വർദ്ധിപ്പിച്ച MSP അടക്കം ക്വിൻ്റലിന് 3252 രൂപ വില നൽകുക, സംഭരിച്ച നെല്ലിൻ്റെ വില ഉടൻ നൽകുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, മടവീഴ്ച നഷ്ടപരിഹാരം നൽകുക, പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക നൽകുക, ഗുണമേന്മയുള്ള വിത്ത് ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കളായ സോണിച്ചൻ പുളിങ്കുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവർ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11-ന് ആരംഭിച്ച സമരം NKSS സംസ്ഥാന രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകർ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വൃശ്ചിക വേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം പരിഹരിക്കുവാനാണ് ഗവൺമെന്റ് 1974-ൽ തണ്ണീർമുക്കം ബണ്ട് ആരംഭിച്ചത്, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. ആ ബണ്ട് നിർമ്മിച്ച് 92 ഷട്ടറുകൾ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ബണ്ട് നിർമ്മിച്ച് റെഗുലേറ്റ് ചെയ്യുവാൻ, വെള്ളത്തിന്റെ വേലിയേറ്റം റെഗുലേറ്റ് ചെയ്യുവാൻ, ക്രമീകരിക്കുവാൻ ആവശ്യമായ തരത്തിലാണ് അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്ക് അന്ന് രൂപം കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് പ്രവർത്തിപ്പിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. എത്രയോ നിവേദനങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതി കൊടുത്തു, എത്രയോ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കാണുവാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല, ഈ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല. അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനെ അംഗീകരിക്കാത്ത ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം. ചലച്ചിത്ര നടനും കർഷകനുമായ കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. NKSS സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് അധ്യക്ഷയായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, സംസ്ഥാന കോർഡിനേറ്റർ ജോസ് കാവനാട്, സംസ്ഥാന ഭാരവാഹികളായ KB മോഹനൻ, P വേലായുധൻ നായർ, ER രാധാകൃഷ്ണപിള്ള, വിശ്വനാഥപിള്ള, G സൂരജ്,
മാത്യു തോമസ്, ജോസി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് തകഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തകഴി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സജി ജോസഫ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ ബഹുഭൂരിപക്ഷം കർഷകരും വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരല്ല. 1 ഏക്കറും 2 ഏക്കറും ഒക്കെ കൃഷിയുള്ളവരാണ്. ആ കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് കുട്ടനാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം കുട്ടനാട്ടിലെ കർഷകന്റെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമൊരുക്കുന്ന സമയം തൊട്ടു തുടങ്ങുന്ന പ്രതിസന്ധികളാ. നിലമൊരുക്കുന്ന സമയം മുതൽ നെല്ല് സംഭരിച്ച് അല്ലെങ്കിൽ അവര് വണ്ടിയിൽ കയറ്റി വിടുന്നിടം വരെയുള്ള ദുരിതം വലിയ, അത് പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ത്യാഗങ്ങൾ സഹിച്ച കുട്ടനാട്ടിലെ കർഷകർ നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് നിരവധി പ്രതിസന്ധികൾ ഉണ്ടാവും. മഴയുടെ ശല്യം, വെള്ളപ്പൊക്കത്തിന്റെ ശല്യം, മറ്റ് കീടങ്ങളുടെ കൃമികളുടെ ഒക്കെ ഒരു വലിയ ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ തുകയ്ക്ക് പലിശയ്ക്ക് പണമെടുത്തൊക്കെ കൃഷി ചെയ്യുന്ന നിരവധി കർഷകരാണ് കുട്ടനാട്ടിലുള്ളത്. നെല്ലിന്റെ അടിസ്ഥാന വില 35 രൂപയാക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് 12 രൂപയിൽ നിന്ന് 1 ക്വിന്റലിന് 250 രൂപയാക്കുക, നെല്ലിന്റെ സംഭരണ വില ഒരാഴ്ചയ്ക്കകം കർഷകർക്ക് നൽകുക, മുടങ്ങിക്കിടക്കുന്ന പമ്പിംഗ് സബ്സിഡി അടിയന്തരമായി അനുവദിക്കുക, തകഴി കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന തരിശു കിടക്കുന്ന കല്ലേപ്പുറം തെക്ക് പാടശേഖരം കൃഷിയോഗ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. പ്രതിഷേധ യോഗത്തിൽ കർഷക കോൺഗ്രസ് തകഴി മണ്ഡലം പ്രസിഡന്റ് പാപ്പച്ചൻ കരുമാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സിബി മൂലംകുന്നം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സൂരജ്, ജില്ലാ സെക്രട്ടറി ER രാധാകൃഷ്ണപിള്ള, PJ ജോസഫ്, മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ, അൽഫോൻസാമ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. നഗരസഭയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP ടൗൺ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ചങ്ങനാശ്ശേരി മാരാർജി ഭവനിൽ നിന്നുമാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കുന്നില്ലെന്നും ചെയർപേഴ്സന്റെയും സഹപ്രവർത്തകരുടെയും ദല്ലാൾമാരുടെയും അഴിമതിയുടെ കൂത്തരങ്ങായി നഗരസഭ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 120 കള്ളവോട്ടുകളാണ് ഭരണത്തിന്റെ സ്വാധീനത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചേർത്തത്. അതേപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ കോൺഗ്രസുകളും ഒരു അന്തർധാരയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും മത്സരിക്കുന്ന വാർഡുകളില് CPM അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തില്ല. നമുക്കറിയാം മോർക്കും അങ്ങനെ വാർഡുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഡിൽ മോർക്കും അങ്ങനെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതേപോലെ വാഴപ്പള്ളിയിൽ 2 വാർഡുണ്ട്, 35-ാം വാർഡും 36-ാം വാർഡും. ഈ 2 വാർഡുകളിലും കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാര് സ്ഥാനാർത്ഥി നിർത്തില്ല. അപ്പൊ ഈ തരത്തിൽ വലിയൊരു അന്തർധാര കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരും തമ്മിൽ വലിയൊരു അന്തർധാരയാണ് നടക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ദല്ലാളന്മാരുടെ, കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന ദല്ലാളന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. 37-ാം വാർഡ് കൗൺസിലറും BJP ടൗൺ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ PR വിഷ്ണുനാഥ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. BJP ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, ഈസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ, ടൗൺ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് സുദർശനൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MP രവി, കണ്ണൻ പായിപ്പാട്, മണ്ഡലം ട്രഷറർ KR കൃഷ്ണകുമാർ, ഭാരവാഹികളായ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് അനിൽ, കലാ അനിൽകുമാർ, ബിജുലാൽ, കർഷക മോർച്ച വൈസ് പ്രസിഡന്റ് സുരേന്ദ്രനാഥ് ഐക്കര, സംസ്ഥാന കൗൺസിൽ അംഗം PP വീരസിംഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിയൊഴിപ്പിക്കലിനെതിരെ മാർച്ചും ധർണയുമായി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. വഴിയോര കച്ചവട തൊഴിലാളികളെ റവന്യൂ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് രാമങ്കരി വില്ലേജ് ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധം. വഴിയോര കച്ചവട തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികളുടെ സർവേ നടത്തി ID കാർഡുകൾ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ്
VKTU നേതൃത്വത്തിൽ രാമഗിരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി CP ബ്രീവൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM-നെ പോലെ CITU-നെ പോലെ ഒരു പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടും. ഡൽഹിയിലെ ബുൾഡോസർ രാജിനെതിരെ സമരം ചെയ്യാൻ മുന്നിൽ വന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് വൃന്ദ കാരാട്ടാണ്. ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഒക്കെ കേസുമായി അതിനുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുള്ളത് CITU-ന്റെയും CPIM-ന്റെയും നേതാക്കന്മാരാണ്. CPM-നും CITU-നും ഒക്കെ ഡൽഹിയിൽ തന്നെ പാർലമെന്റ് മെമ്പർമാരോ MLA-മാരോ ഉണ്ടായിട്ടാണ്. അതല്ല പ്രശ്നം. നമ്മുടെ മുന്നിലുള്ള ജീവത്തായ ജനകീയമായ എല്ലാ വിഷയങ്ങളിലും അതിശക്തമായ നിലയിൽ CITU-വും CPM-ഉം ഇടപെട്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ പട്ടിണി കിടന്ന് മനുഷ്യൻ മരിക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തക്ക നിലയിൽ ഈ കടകൾ ഏതെങ്കിലും ഒരെണ്ണം പൊളിച്ചു മാറ്റത്തക്ക രൂപത്തിൽ നോട്ടീസുമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ കടകളുടെ മുമ്പിലെത്തിയാൽ അവിടെ ശക്തമായ പ്രതിരോധം തീർക്കാൻ CPM കേരളത്തിലുണ്ടാകും, കുട്ടനാട്ടിലുണ്ടാകും എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഉത്തരവാദിത്തോടുകൂടി പറയുകയാണ്. പ്രതിഷേധ യോഗത്തിൽ VKTU ഏരിയ പ്രസിഡന്റ് TD കമലാസനൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ, CITU ഏരിയ പ്രസിഡന്റ് KR പ്രസന്നൻ, CPIM രാമഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് D സലീം കുമാർ, സുധീർ കൈതവന, ദീപു രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കി സിവിൽ സർവീസിനെ തകർക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി K രാധാകൃഷ്ണപിള്ള. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO സംഘ് നടത്തിയ ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലെ 5 വർഷ തത്വം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ലെന്നും അടിയന്തരമായി 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും K രാധാകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പോലും സിവിൽ സർവീസിലേക്ക് എത്താൻ മടിക്കുന്ന തരത്തിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 8 വർഷങ്ങളിലായിട്ട് കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ അത് ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരന്തരമുള്ള സമര പോരാട്ടങ്ങളിലൂടെ നമ്മുടെ മുൻഗാമികളായ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്ത ഒട്ടനവധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത്, ഒന്നാം പിണറായി സർക്കാരിന്റെയും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും കേരളത്തിലെ ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാലയളവിൽ കേരളത്തിലെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരരംഗത്തുള്ള കേരള NGO സംഘടക്കമുള്ള പെട്രോ സംഘടനകൾ നിരവധിയായ സമര പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി. 2017 കേരളത്തിന്റെ നിയമസഭയിലേക്ക് കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, അനുവദിച്ച 5% ക്ഷാമബത്തയുടെ 39 മാസ കുടിശ്ശിക അനുവദിക്കുക, 2022 മുതൽ കുടിശ്ശികയായ 19% ക്ഷാമബത്ത അനുവദിക്കുക, മെഡിസെപ് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പരിഷ്കരിക്കുക, ലീവ് സറണ്ടർ പണമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NGO സംഘിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംഘടന ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീജിത്ത് കരുമാടി, സുമേഷ് ആനന്ദ്, പെൻഷനേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി SS ശ്രീകുമാർ, ഫെറ്റോ ജില്ലാ വൈസ് പ്രസിഡന്റ് CT ആദർശ്, NGO സംഘ് ജില്ലാ സെക്രട്ടറി PG ജിതേഷ് നാഥ്, ട്രഷറർ T സന്തോഷ്, വനിതാ സമിതി പ്രസിഡന്റ് അനിത, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ യൂണിഫൈഡ് പെൻഷൻ സമ്പ്രദായം അടിച്ചേൽപ്പിക്കുകയാണെന്നാരോപിച്ച് കേന്ദ്ര സംസ്ഥാന ഫെഡറേഷനുകൾ സംഘടിപ്പിച്ച അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന് ഐക്യദാർഢ്യവുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. സംഘടന വെളിയനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങറ ബസാറിൽ യോഗം ചേർന്നു. പ്രകടനത്തിന് ശേഷം കിടങ്ങറ ബസാറിൽ ചേർന്ന യോഗം KSSPU ജില്ലാ കമ്മിറ്റി അംഗം V വിത്തവാൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞിരുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കിട്ടുകയെന്ന ഒരു ജീവനക്കാരന് 1 കോടി രൂപയ്ക്കടുത്ത് ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് പുതിയ ഇത് വരുമ്പോൾ 25 വർഷം സർവീസ് ഉള്ളവർക്ക്
പൂർണ്ണ പെൻഷൻ അടക്കം വാഗ്ദാനം ചെയ്തു. വാഗ്ദാനങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, അന്ന് ജീവനക്കാരുടെ ഇടയിലുള്ള അനൈക്യം മുതലെടുത്തുകൊണ്ട് ജീവനക്കാരെ വിവിധ തസ്തികകളും കാറ്റഗറികളുമായി തിരിച്ചുകൊണ്ട് ജീവനക്കാരെ വിവിധ രാഷ്ട്രീയത്തിൻ്റെ തടവിലിട്ടുകൊണ്ട് അന്ന് ലിമിറ്റിൻ്റെ മറവിലൂടെ അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവന്നാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. അതിലും കുറച്ചുകൂടി മോശമായ, അതിലും കുറച്ചുകൂടി ജനദ്രോഹപരമായ, അതിലും കുറച്ചുകൂടി ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്നത്. നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ കേട്ട് കഴിഞ്ഞാൽ വളരെ ആകർഷകം തോന്നുകയും ആ കമ്പോളത്തിലേക്ക് ഈ ജീവനക്കാരുടെ പെൻഷൻ പണം അടക്കം സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി കമ്പോളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന വളരെ ഹീനമായ ഒരു കോർപ്പറേറ്റ് തന്ത്രമാണ് 2025 ഏപ്രിൽ 1 നടപ്പാക്കാൻ പോകുന്നത്. KSSBU ബ്ലോക്ക് പ്രസിഡന്റ് PV തോമസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി EM ചന്ദ്രബോസ്, VJ അച്ഛൻകുഞ്ഞ്, NI തോമസ്, CD ദേവസ്യ, MK വിലാസിനിയമ്മ, N മോഹനൻ എന്നിവർ സംസാരിച്ചു. 75ാം ഭരണഘടനാ ദിനം ആചരിച്ച രാജ്യം. ഭരണഘടന രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സംവിധാൻ ദിവസ് എന്ന പേരിൽ രാജ്യം ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വർഗീസ് ആന്റണി ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണഘടന ദീർഘകാലം ഇനിയും നിലനിൽക്കണമെന്നും ഭരണഘടന മാറ്റിമറിക്കാനോ എഴുതിത്തള്ളാനോ കഴിയില്ല എന്നും സംരക്ഷണ പ്രതിജ്ഞയിൽ കുട്ടികൾ ഏറ്റുചൊല്ലി. പൂർണ്ണതയാണ് ഭരണഘടനയിലൂടെ സംസ്ഥാപിതമായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി ഇന്ത്യയെ നിലനിർത്തുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ധന്യ തെരേസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ലീന സെബാസ്റ്റ്യൻ, ആൽഫ സോയി, ബിന്ദു KJ, സിസ്റ്റർ അനൂപ, പ്രതീക്ഷ ജോസ്, ആൻമേരി ജേക്കബ്, സ്കൂൾ ലീഡർ ബ്ലസി റാപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടന മനപ്പാഠ മത്സരവും നടത്തി. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മംഗല്യം 2024 ഒരു യുവതി കൂടി സുമംഗലിയാവുന്നു. വിവാഹം നവംബർ 28 ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2 യുവതികളുടെ വിവാഹം മെയ് 2 നടത്തിക്കൊടുത്തിരുന്നു. മൂന്നാമത്തെ വിവാഹമാണ് നവംബർ 28 നടക്കുന്നത്. ഓരോ വർഷവും 3 മതവിഭാഗങ്ങളിലും പെട്ട ഓരോ പെൺകുട്ടികളുടെയെങ്കിലും വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുകയെന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഞങ്ങളുടെ ഒരു 2 സമൂഹ വിവാഹം മെയ് 2 നമ്മൾ നടത്തിയിരുന്നു. ഞങ്ങൾ 3 കല്യാണങ്ങൾ നടത്താനാണ് ഈ വർഷം ഉദ്ദേശിച്ചിരുന്നത്. അന്ന് ഒരു മുസ്ലിം വെഡിങ്ങും ഒരു ഹിന്ദു വെഡിങ്ങും മെയ് 2 നടത്തിയിരുന്നു. അന്ന് തന്നെ 3rd വെഡിങ് അന്ന് ഞങ്ങൾ 3 കൂടെ നടത്തണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ അപ്പം നടത്താൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ അന്ന് തന്നെ നെക്സ്റ്റ് ഈ ഇയറിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ നവംബർ 28 ഇവിടെ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ 11 മണിക്ക് കല്യാണവും അതിനെ തുടർന്ന് 12 മണിക്ക് റിസപ്ഷനുമുണ്ട്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകി വരുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. ആലപ്പുഴയിലെ വനിതകൾ തുടങ്ങിയ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലുമായി പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സംഘടന. സുമനസ്സുകളുടെ സഹായത്തോടെ 7 പവൻ സ്വർണ്ണാഭരണവും വസ്ത്രങ്ങളും നൽകിയാണ് നിർധനരായ യുവതികളുടെ വിവാഹം നടത്തുന്നത്. വിവാഹ ചടങ്ങിൽ മന്ത്രിമാർ, മത, സാമൂഹ്യ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രക്ഷാധികാരി ഡോക്ടർ മരിയ ഉമ്മൻ, പ്രസിഡന്റ് ഡോക്ടർ A ഷമീന, സെക്രട്ടറി ഹസീന നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന് നവംബർ 28 വ്യാഴാഴ്ച കൊടിയേറും. ഡിസംബർ 8 പ്രധാന തിരുനാൾ ദിനം. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് ബുധനാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും ഉച്ചകഴിഞ്ഞ് 3 തിരുനാൾ വിളംബര ഇരുചക്ര വാഹന റാലിയും നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 കൊമ്മാടി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശ റാലി മാതൃദൈവാലയത്തിൽ എത്തിച്ചേരും. വ്യാഴാഴ്ച രാത്രി 8 കൊടിയേറ്റ്. അമലോത്ഭവ മാതാവിൻ്റെ ദർശന തിരുനാൾ നവംബർ 28 മുതൽ ഡിസംബർ 15 വരെയാണ് ആഘോഷം
കൊണ്ടാടപ്പെടുന്നത്. ഈ തിരുനാൾ ദിനത്തിന് മുന്നോടിയായിട്ട് തലേ ദിവസം 27-ാം തീയതി തിരുനാൾ സന്ദേശ വിളംബര റാലി, ഇരുചക്രവാഹന റാലി നടത്തപ്പെടുന്നുണ്ട്. അത് അർത്തുങ്കൽ ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് കൊമ്മാടിയിലേക്കാണ് അത് വന്നെത്തിച്ചേരുന്നത്. അതിനുശേഷം വളരെ ഇടവക ജനങ്ങൾ മുഴുവനുമായിട്ട് ഒരു തിരുനാൾ സന്ദേശ റാലി നടത്തപ്പെടുന്നുണ്ട്. ഈ സന്ദേശ റാലിയിൽ ഏകദേശം 10,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും. ഈ പള്ളിയുടെ മുറ്റത്ത് അത് വന്നെത്തിച്ചേരുമ്പോൾ മുഴുവനും ജനങ്ങളുടെ കൂട്ടായ്മയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം തിരുനാൾ കൊടിയേറ്റ് ദിനം നവംബർ 28-ാം തീയതിയാണ്. പ്രധാന തിരുനാൾ ദിനമായ ഡിസംബർ 8-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും പ്രദക്ഷിണവും നടക്കും. ഡിസംബർ 15 8-ാമിടത്തിലെ കർമ്മങ്ങളോടെ തിരുനാൾ ആചരണത്തിന് സമാപനമാകും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് ലാഡ് കോയിൽ പറമ്പിൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ, കൈക്കാരൻ KO മൈക്കിൾ കാക്കരിയിൽ, പബ്ലിസിറ്റി കൺവീനർ AX ബേബി, VC ഉറുമീസ് എന്നിവർ പങ്കെടുത്തു. അയ്യപ്പന് മുന്നിൽ കളരി ചുവടുകളുമായി CBN കളരി സംഘം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് കളരി സംഘം മെയ്പയറ്റ് അഭ്യാസ കാഴ്ചകളുടെ വിസ്മയം ഒരുക്കിയത്. ഇരുപത്തിയാറ് കളരികൾക്ക് കീഴിൽ 1000-ലധികം പേർ കളരി അഭ്യസിക്കുന്ന MVG CBN കളരിയുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട കളരികളിലെ വിദ്യാർത്ഥികളാണ് അയ്യപ്പന് മുന്നിൽ അഭ്യാസ കാഴ്ചയൊരുക്കിയത്. 1951-ൽ കോട്ടയം നാഗമ്പടത്ത് മലബാർ P വാസുദേവ ഗുരുക്കൾ സ്ഥാപിച്ച CBN കളരി 2006-ലും സന്നിധാനത്ത് കളരി അഭ്യാസങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ PV ശിവകുമാർ ഗുരുക്കളാണ് ഇപ്പോൾ കളരി നടത്തുന്നത്. 2016 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിലും ഇവർ കാഴ്ചപ്പയറ്റ് അവതരിപ്പിച്ചിരുന്നു. അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ കളരി അഭ്യാസങ്ങൾ ചിട്ടപ്പെടുത്തിയതും CBN കളരിയാണ്. നമ്മുടെ പരമ്പര എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ എന്ന ഒരു മഹാത്മൻ വടക്കൻ സമ്പ്രദായത്തെ പൂർണ്ണമായും ഏകോപിപ്പിച്ച് പകർന്നു നൽകുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ CV നാരായണൻ നായർ ഗുരുക്കൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു കല ബാൻ ചെയ്ത സാഹചര്യമുണ്ടായി. ആ സമയത്ത് പോലും അദ്ദേഹം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ശിഷ്യരിലേക്ക് ഈ വിദ്യ പകർന്നു നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള പത്രിയിൽ ഗോപാലൻ ഗുരുക്കൾ വഴി യോഗാചാര്യ മലബാർ P വാസുദേവൻ ഗുരുക്കളിലേക്ക് ഈ കല എത്തിച്ചേരുകയും അദ്ദേഹം പിന്നെ ഇത് ജാതി, മത, ലിംഗ, വർണ്ണഭേദമന്യേ എല്ലാവരിലേക്കും ഈ വിദ്യ വളരെയധികം കഷ്ടപ്പെട്ട് പകർന്നു നൽകിയ ഒരു മഹത് വ്യക്തിയായിരുന്നു, മഹാനായ ഗുരുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് ഞങ്ങൾ മലബാർ P വാസുദേവൻ ഗുരുക്കൾ CBN കളരി പരമ്പര, MVG CBN കളരി പരമ്പര. മെയ് സാതകം, മെയ് പയറ്റ്, വടിപ്പയറ്റ്, വാൾപ്പയറ്റ്, ഒറ്റപ്പയറ്റ്, മറ പിടിച്ച കുന്തപ്പയറ്റ്, ഉറുമിപ്പയറ്റ് എന്നീ അഭ്യാസമുറകൾ സംഘം അവതരിപ്പിച്ചു. റോബിൻ ഗുരുക്കൾ, കൃഷ്ണ ഗുരുക്കൾ, സന്ദീപ് ഗുരുക്കൾ, ശ്രീകുമാർ ഗുരുക്കൾ എന്നിവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ അഭ്യാസങ്ങൾ കാഴ്ചവെച്ചത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7055 രൂപ, പവന് 56,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.